بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله ما بعد. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാർ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും വേണ്ടപ്പെട്ടവർക്കും ഇരുലോക വിജയം നൽകട്ടെ. കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷം പറയുന്ന, കൃത്യമായ അമലുകളെല്ലാം ചെയ്യുന്നു എന്ന് പറയുന്ന, പ്രത്യേകം ദുആ ചെയ്യുന്നു എന്ന് സന്തോഷം പറയുന്ന എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അല്ലാഹു എല്ലാവിധ ഐശ്വര്യത്തിൻ്റെ കവാടവും തുറന്നു നൽകട്ടെ. പരിശുദ്ധമായ കേറി വരുന്ന മുഹറം മാസത്തിൻ്റെ ആദ്യ രാവിൻ്റെയും തുറന്നുള്ള പോരിശയാക്കപ്പെട്ട 10 ദിനരാത്രങ്ങളുടെയും എല്ലാവിധ പോരിശയും അല്ലാഹു നമുക്ക് നൽകട്ടെ. പ്രത്യേകിച്ച് മരിച്ചുപോയ ഖബറിൽ കിടക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ദുൽഹിജ്ജ 29 അതിൻ്റെ പകലാണ്. ഇന്നിൻ്റെ മഗ്രിബ് വാങ്കോടെ ഒരു പക്ഷേ പരിശുദ്ധമായ മുഹറമിൻ്റെ ആദ്യ രാവ് കയറി വരും. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഈ ലാസ്റ്റ് മൂമെൻറ്റിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പരിശുദ്ധമായ, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, 3 വട്ടം ചെല്ലേണ്ട ദുആയാണ്. പിശാചിനെ പരാജയപ്പെടുത്തി കളയുന്ന ദുആ. ഒരാളുടെ കാര്യത്തിൽ ഇബ്ലീസ് പരാജയപ്പെട്ടു എന്നറിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത്? അവൻ അള്ളാഹുവിൻ്റെ മുഹിബ്ബാകും. ഇബ്ലീസിന് ഒരാളോട് ദേഷ്യമാണെന്നറിഞ്ഞാൽ തീർച്ചയായും അയാളോട് ആർക്ക് മുഹബ്ബത്തുണ്ട്? അള്ളാഹുവിന് മുഹബ്ബത്തുണ്ട്. ഇബ്ലീസിന് ഒരാളോട് ദേഷ്യമൊന്നുമില്ല, ഇബ്ലീസിന് ഒരാളോട് താല്പര്യമാണ്, കുഴപ്പമൊന്നുമില്ല, അവർ നല്ല ബന്ധമാണെന്നറിഞ്ഞാൽ തീർച്ചയായും എന്തു മനസ്സിലാക്കാം? അള്ളാഹുമായി അവർക്ക് യാതൊരു ബന്ധമില്ല. അപ്പോൾ ഇബ്ലീസുമായി ബന്ധം മുറിക്കുന്ന, ഡിസ്കണക്റ്റഡ് ആകും ആ ഒരു കണക്ഷൻ. എപ്പോഴാണ്? ഇന്നൊരു ദുആ 3 വട്ടം ആത്മാർത്ഥമായി പറഞ്ഞാൽ തീർച്ചയായും ശൈത്താൻ പരാജയപ്പെട്ടു പറയും, തഅബിനാ മഅഹു തുലസന, ഇനി ഇയാളുടെ പുറകെ നടന്നിട്ട് കാര്യമില്ല, എന്നെ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇയാൾ പരാജയപ്പെടുത്തി കളഞ്ഞു എന്ന് പറഞ്ഞ് ശൈത്താൻ നിലവിളിച്ചുകൊണ്ട് ഓടും. ഈ പരിശുദ്ധമായ ദുആ പറഞ്ഞാൽ ആദ്യം നമുക്ക് ആ ദുആ എന്ന് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم ما عملت في هذه السنة مما نهيتني عنه ولم ترله ونسيته ولم تنسه ولم أتب منه وحلمت علي فيه بفضلك بعد قدرتك على عقوبتي ودعوتني إلى التوبة بعد جراتي على معصيتك فإني أستغفرك فاغفر لي وما عملت فيها من عمل ترضاه ووعدتني عليه الثواب فاسألك أن تتقبله مني ولا تقطع رجائي منك يا كريم. ഈ പരിശുദ്ധമായ ദുആ തീർച്ചയായും വല്ലാത്ത പോരിശയുള്ളതാണ്. ഇനി പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മുഹറമിൻ്റെ ആദ്യ രാവാണ് എന്ന വിവരം കിട്ടിയാൽ ഉടൻ തന്നെ നമ്മൾ ചെയ്യേണ്ട 7 കൂട്ടം കാര്യങ്ങൾ. ആ 7 കൂട്ടം കാര്യങ്ങളിൽ ഒരു പരിശുദ്ധമായ സൂറത്ത് നമുക്ക് പാരായണം ചെയ്യേണ്ട, ചെറിയ സൂറത്ത്, അതേപോലെ തന്നെ ഒരു 4 ദിക്റുകളും, 4 ദുആകൾ, ദിക്റുകൾ, അത് നമ്മൾ പരിഗണിച്ചു കൊടുത്താൽ അൽഹംദുലില്ലാഹ് തീർച്ചയായും നമുക്ക് മുഹറം മാസത്തിൻ്റെ എല്ലാവിധ പോരിശയും ഐശ്വര്യവും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ പരിശുദ്ധമായ ഒരു പുതിയ വർഷം, ഈ ഒരു വർഷം മുഴുവനും, കയറി വരുന്ന വർഷം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായ ഐശ്വര്യവും ബറക്കത്തും നമുക്ക് നിറച്ചു നൽകാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ, നമ്മൾ ആദ്യത്തെ രാവിലും ആദ്യ ദിവസത്തിലും പ്രത്യേകം പരിഗണിച്ച് ചെയ്യേണ്ട ചില അമലുകൾ, അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യമായി, പ്രഥമമായി പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധ മുഹറം മാസത്തിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ പറയേണ്ട, ചൊല്ലേണ്ട ദുആയാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിടുന്ന ദുആ. ഈ ദുആയാണ് നമ്മൾ ആദ്യം ചൊല്ലേണ്ടത്. അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാമി റബ്ബി വറബ്ബുക്കല്ലാഹ് ഹിലാലു റുസ്തിം വഖൈർ ആമൻതു ബില്ലാഹില്ലദീ ഖലഖക് ആമൻതു ബില്ലാഹില്ലദീ ഖലഖക് ആമൻതു ബില്ലാഹില്ലദീ ഖലഖക് അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശഹരി ദിൽ ഹിജ്ജ വജാഅ ബിശഹരി മുഹറം. ഈ ദുആയിലൂടെ എന്താ നമ്മൾ പറയുന്നത്? അല്ലാഹുവേ, പരിശുദ്ധമായ നിന്റെ സലാമത്ത് ഞങ്ങൾക്ക് കാവൽ വേണം. എല്ലാവിധ ആഫാത്ത്, മുസീബത്തുകൾ, രോഗങ്ങൾ, അപകടങ്ങൾ, പ്രയാസങ്ങൾ, കടങ്ങൾ എല്ലാറ്റിനും സലാമത്ത് വേണം. ഈമാൻ ഞങ്ങൾക്ക് കാമിലാക്കി നൽകണം.
ഞങ്ങൾക്ക് സന്മാർഗം നീ തുറന്നു നൽകണം. പുതിയൊരു വർഷമാണ്, പുതിയ ആയുസ്സാണ്. കഴിഞ്ഞ ആയുസ്സിൽ വർഷത്തിൽ സംഭവിച്ചു പോയതുപോലുള്ള തെറ്റുകൾ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് റുഷ്ദിൻ്റെ ഖൈറിൻ്റെ വഴി ഞങ്ങൾക്ക് തുറന്നു നൽകണം, സന്മാർഗത്തിൻ്റെ വഴി. ഈ ദുആ ആത്മാർത്ഥമായിട്ട് കൽബിൽ തൊട്ടുകൊണ്ട് ആദ്യ രാവിൽ ആദ്യമായി ഒരു ഉമ്മയോ ഉപ്പയോ പറഞ്ഞാൽ, ഏത് നിസ്കാരം പറ്റാത്ത അശുദ്ധിയുടെ സമയത്തും ഇത് പറയുന്നതുകൊണ്ട് ഒരു വിരോധമില്ല, ആത്മാർത്ഥമായിട്ട് പറയാം, മാറി നിൽക്കേണ്ട ആരും. ഇത് പറഞ്ഞാൽ നമ്മുടെ ഈ പുതിയൊരു വർഷം മുഴുവനും നമുക്ക് ഐശ്വര്യവും സന്തോഷവും സലാമത്തും ബറക്കത്തും. ഒരു കൊല്ലത്തേക്ക് രോഗം വരാതിരിക്കണമെന്നൊരാൾക്ക് ആഗ്രഹമുണ്ടോ? തീർച്ചയായും ഈ ആദ്യ രാവിൽ, ഒരു വർഷത്തിൻ്റെ തുടക്കത്തെ രാവിൽ നമ്മൾ ചെയ്യുന്ന ദുആകൾ വളരെ എഫക്റ്റീവാണ്. ഈ ദിവസം, ഈ ആദ്യ രാവിൽ, ഈ നമ്മൾ കയറി വരുമ്പോൾ ചൊല്ലേണ്ട, ഈ വെൽക്കം ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ഈ ദുആയിൽ ഒതുങ്ങി നിൽക്കണ്ട. പിന്നെ നമുക്ക് ചോദിക്കാം അള്ളാഹുവിനോട്, പടച്ചോനെ, ഒരു വർഷത്തിൻ്റെ, ഒരു ആയുസ്സിൻ്റെ ആദ്യ രാവ് കയറി വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഏതൊരു മാസത്തിൻ്റെയും ആദ്യ രാവിന് വല്ലാത്ത പോരിശയാണ്. പ്രത്യേകിച്ച് ഖുർആൻ മുഹറമാണ്, പോരിശയാക്കപ്പെട്ടതാണ്, ആദരവുള്ളതാണെന്ന് പറഞ്ഞ 4 മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് മുഹറം. ആ മാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ രാവ് കയറി വരുമ്പോൾ ദ്വാക്ക് ഇജാബത്ത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ദ്വാരക്കണം, പടച്ചോനെ, ഈ ഒരു പുതിയ വർഷം എനിക്ക് ആഫത്ത് മുസീബത്തുകളില്ലാതെ, വലിയ വലിയ മാരകമായ രോഗങ്ങൾ പ്രയാസങ്ങളില്ലാതെ നിൻ്റെ കാവൽ വേണം പടച്ചോനെ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ ഈ ഒരു വർഷം മുഴുവനും രോഗങ്ങളില്ലാതെ ആഫിയത്തോടെ ജീവിക്കാം. അതോടൊപ്പം അള്ളാഹുവെ, കടബാധ്യതകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, കച്ചവട തകർച്ചകൾ ഒന്നും ഉണ്ടാകരുത്, സാമ്പത്തികമായ ഐശ്വര്യവും ബറക്കത്തും എനിക്ക് നിറച്ചു നൽകണം എന്ന് ദുആ ചെയ്താൽ ഈ ഒരു കൊല്ലം മുഴുവനും തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകും. അപ്പോൾ ഈ ദുആകളൊക്കെ നമുക്ക് ഓർമ്മ വേണം. പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യ രാവിൽ നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ട് പറയുന്ന ദുആയിൻ്റെ ശേഷം ഈ ദുആകളൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ഇനി പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യ രാവ് വന്നാൽ നമ്മൾ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് ആശംസകൾ നേരലാണ്. അത് പ്രത്യേകം സുന്നത്താണ്, കൂലി കിട്ടുന്ന അമലാണ്. മുഹറം മാസം ആയതുകൊണ്ട് ഇരട്ടി കൂലിയല്ല, അക്സർ സവാബ, ധാരാളം കൂലി അള്ളാഹു നൽകുന്നതാണ് അമല്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യ രാവ് കയറി വരലോടുകൂടെ തന്നെ ഒരു പുതിയ വർഷത്തിൻ്റെ, ഒരു മഹത്വമേറിയ മാസത്തിൻ്റെ ആശംസകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയൽ പ്രത്യേകം സുന്നത്താണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയൊരു മാസത്തിലേക്ക്, വർഷത്തിലേക്ക് കയറി വരുമ്പോൾ ആശംസകൾ അറിയിക്കൽ പറഞ്ഞു. ഒന്നാമതായി ദുആ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരിശുദ്ധമായ സൂറത്തുൽ മുൽക്കിൻ്റെ പാരായണമാണ്. തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക്, ആ പരിശുദ്ധമായ സൂറത്ത് 3 മിനിറ്റ് മതി പാരായണം ചെയ്യാൻ. എന്താണ് അതുകൊണ്ട് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്നറിയോ? ഈ ഒരു മാസം, മുഹറം മാസത്തിൻ്റെ 30 ദിവസം മുഴുവനും അള്ളാഹുവിൻ്റെ വലിയ കാവൽ, ഹിഫ്ള് നമുക്ക് കിട്ടും. വലിയ രോഗത്തിലും പ്രയാസത്തിലും പെട്ടുപോയി നമ്മുടെ അമലുകൾ നശിച്ചു പോകില്ല, നമ്മുടെ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടില്ല, നമുക്ക് പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ ഉണ്ടാവില്ല, അള്ളാൻ്റെ കാവലുണ്ടാവും. ആ സൂറത്തുൽ മുൽക്ക് മസ്റ്റായിട്ടും നമ്മൾ സുന്നത്താണ് എന്ന് കരുതി തന്നെ, ഒരു പരിശുദ്ധമായ മാസത്തിൻ്റെ ആദ്യ രാവിൽ സുന്നത്തായ സൂറത്താണ് ഞാൻ പാരായണം ചെയ്യുന്നത് എന്ന നിയ്യത്തോടെ പാരായണം ചെയ്യുമ്പോഴാണ് കൂലിയിൽ 100 മാർക്ക് കിട്ടുന്നത്. അത് പ്രത്യേകം പരിഗണിക്കണം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യ രാവ് കയറി വരലോടുകൂടെ 3 വട്ടം ചെയ്യേണ്ട ദുആയാണ്. നമുക്ക് പരിചയമുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 3 വട്ടം നമ്മൾ ആത്മാർത്ഥമായി ഈ ദുആ നമ്മൾ പാരായണം പറയുമ്പോൾ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പൈശാചികമായ എല്ലാവിധ മുസീബത്തുകൾ, എല്ലാവിധ ഉപദ്രവങ്ങളെ തൊട്ട് നമുക്ക് കാവലുണ്ടാവും. ഇബ്ലീസ് പറയോത്രേ, ഇനി ഒരു കൊല്ലത്തേക്ക് ഈ മനുഷ്യൻ്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല, ഞങ്ങളെ പരാജയപ്പെടുത്തി കളഞ്ഞു. 2 മലക്കുകളെ അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കും അത്രേ ഈ ദുആ ചെയ്യുന്നവർക്ക്. 2 മലക്കളെ ഏർപ്പാട് ചെയ്ത് കൊടുക്കും. പൈശാചികമായ ജിന്നിയായ ഉപദ്രവങ്ങളൊന്നും ഈ ഒരു വർഷക്കാലം മുഴുവനും സിഹർ ഏൽക്കില്ല, കണ്ണീറിൻ്റെ ശല്യങ്ങളുണ്ടാവില്ല, പൈശാചികമായ ഒരു ദുർബോധന വസ്വാസം ഉണ്ടാവില്ല, ശൈത്താൻ അടുക്കില്ല. 2 മലക്കൾ എപ്പോഴും കൂടെ ഉണ്ടാവും. എന്താ ചെയ്യേണ്ടത്? ഈ ദുആ 3 വട്ടം ചെയ്യാം. നമുക്ക് ആ ദുആ എന്ന് പരിചയപ്പെടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم أنت الأبدي القديم الأول وعلى فضلك العظيم وجودك وكرمك المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاستغال بما يقربني إليك زلفا. ഈ പരിശുദ്ധമായ ദുആയിൽ
നമ്മൾ തീർച്ചയായും പൈശാചികമായ എല്ലാവിധ ശുറൂറുകളെ തൊട്ടും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. അതാണ് അതിൽ ചോദിക്കുന്നത്. അത് ആത്മാർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്തുക. അത് പ്രത്യേകം നമ്മൾ മുടങ്ങാതെ ഓർത്ത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി 4-മത്തെ കാര്യം കേട്ടോളി. രാവിലോ പകലിലോ എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് ആ സമയത്ത് പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയാത്തുകളുടെ ഖുർആനിൻ്റെ ആയത്തുകളിൽ ഏറ്റവും അഫ്ളലായ ആയത്തുൽ കുർസിയാണ്. ആ ആയത്തുൽ കുർസി പരിശുദ്ധമായ ബിസ്മി ഉൾപ്പെടെ ഓരോ ആയത്തുൽ കുർസി ഓതുമ്പോഴും ബിസ്മി ആദ്യം ഓതുക, ആയത്തുൽ കുർസി ഓതുക. അങ്ങനെ 360 ആയത്തുൽ കുർസി അൽഹംദുലില്ലാ ആദ്യ രാവിലോ ആദ്യ പകലിലോ പരിശുദ്ധമായ ആയത്തുൽ കുർസി 360 വട്ടം മഅൽ ബസ്മല എന്നാണ് മഹാന്മാർ പറഞ്ഞത്. ബിസ്മി ഉൾപ്പെടെ. അപ്പോൾ ബിസ്മി ഓതുക, ആയത്തുൽ കുർസി ഓതുക. അങ്ങനെ 360 വട്ടം അൽഹംദുലില്ലാ ഓതാൻ കഴിഞ്ഞാൽ മാക്സിമം നമ്മളൊന്ന് ശ്രമിക്കുക. അങ്ങനെ കഴിഞ്ഞു ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞിട്ട് ഈ ഒരു ദുആ കൂടെ, അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലി ഇലാ അഹ്സനിൽ അഹ്വാൽ ബിഹൗലിക വഖുവതിക യാ അസീസു യാ മുതആൽ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ആത്മാർത്ഥമായിട്ട് ഈ ദുആ കൂടെ പറഞ്ഞാൽ, അല്ലാഹുവേ എല്ലാവിധ അവസ്ഥകളും മാറ്റിമറിക്കുന്ന റബ്ബേ എനിക്ക് നല്ല അവസ്ഥയാക്കി നീ നൽകണേ പടച്ചോനേന്നാ. നമ്മുടെ ഈ ഒരു വർഷക്കാലം മുഴുവനും നല്ല അവസ്ഥകൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന അവസ്ഥകൾ അല്ലാഹു നമുക്ക് തുറന്നു നൽകും. നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താവും. നമ്മൾ ബന്ധപ്പെടുന്ന മേഖല എല്ലാം വിജയം ഉണ്ടാകും. അള്ളാഹുവിൻ്റെ വലിയ കാവലും സന്തോഷവും നമുക്ക് കിട്ടാൻ ഈ ദുആ പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 360 വട്ടം ആയത്തുൽ കുർസി ഓതാൻ എനിക്കിപ്പോൾ ശാരീരികമായ അസ്വസ്ഥതയാണ്, അല്ലെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ട്, ഓതാൻ കഴിയില്ല എന്ന് കരുതി തീരെ ആയത്തുൽ കുർസിയുമായിട്ട് നമ്മൾ ബന്ധപ്പെടാതിരുന്നാൽ പ്രിയപ്പെട്ടവരെ അത് വല്ലാത്തൊരു ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു പുതിയ വർഷം തുടങ്ങാണല്ലോ. അപ്പോൾ തീർച്ചയായും നമുക്ക് അള്ളാഹുവിൻ്റെ വലിയൊരു പൊരുത്തവും കാവലും അത് അനിവാര്യമാണ്. നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ ഇപ്പം നിസ്കാരശേഷം ഓരോ ആയത്തുൽ കുർസി വീതം പതിവാക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല 24 മണിക്കൂർ 5 വഖത്തിൽ 5 ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ടാവും നിസ്കാരം കഴിഞ്ഞിട്ട്. അത് പരിഗണിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകാൻ പോകുന്ന കൂലി എന്താ? 24 മണിക്കൂറിൽ ഓരോ മണിക്കൂറിലും അല്ലാഹു സുബ്ഹാനഹു തആല 7 കോടി പുണ്യം നൽകും. അപ്പോൾ യഥാർത്ഥത്തിൽ 5 വഖത്തിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ 168 കോടി പുണ്യം ഒറ്റ ആയത്തുൽ കുർസി കൊണ്ട് ഓരോ വഖത്തിന് ശേഷവും കിട്ടാൻ പോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ മാക്സിമം പരിഗണിക്കണം. ആയത്തുൽ കുർസി വല്ലാത്ത പവറുള്ളതാണ്. ഒരു ദിവസത്തിൽ 50 ആയത്തുൽ കുർസി. ഇപ്പോൾ മുഹറമിൻ്റെ തുടക്കത്തിൽ ഒരാൾ 50 ആയത്തുൽ കുർസി, ഇപ്പോൾ 360 ഓതാൻ ഒരാൾക്ക് പാടില്ല, വയ്യ, അല്ലെങ്കിൽ കഴിയുന്നില്ല. 360 എന്ന് പറയുമ്പോൾ തീരെ നമുക്ക് സാധിക്കില്ല എന്ന് കരുതി പാടെ മാറി നിൽക്കല്ല. ഒരു 50 ആയത്തുൽ കുർസി പരിഗണിച്ച് ഓതിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അള്ളാഹു എല്ലാവിധ ആഫാത്ത് മുസീബത്തിൽ നമ്മൾ ദ്വാരക്കണം. ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞിട്ട് പടച്ചോനെ ഒരു പുതിയ വർഷമാണ്, പരിശുദ്ധമായ ഖുർആനിൻ്റെ ഏറ്റവും അഫ്ളലായ ആയത്താണ് ഞാൻ ഓതിയിട്ടുള്ളത്, 50 വട്ടം ഓതിയിട്ടുണ്ട്. ഇതിൻ്റെ മഹത്വം കൊണ്ട് റബ്ബേ അല്ലാഹുവേ എല്ലാവിധ ശർറുകളെ തൊട്ടും എനിക്ക് കാവൽ തരണേ അല്ലാ, എല്ലാ ബറക്കത്തും നൽകണേ അല്ലാ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ മഹത്വം നൽകും. ഞാൻ പറയുന്നത് തീരെ ആയത്തുൽ കുർസിയുമായി യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ലാത്തൊരവസ്ഥ മുഹറമിൻ്റെ ആദ്യ ദിവസത്തിൽ രാവിലോ പകലിലോ ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. ഇനി 5-മത്തെ ഒരു കാര്യം കേട്ടോളൂ. മുഹറം 1 മുതൽ 10 വരെ നമ്മൾ പരിഗണിക്കേണ്ട കാര്യമാണ്. പ്രത്യേകം പരിഗണിക്കണം. പരിശുദ്ധ ഖുർആനിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ നീങ്ങാനും നമ്മൾ അകപ്പെട്ടു പോയ ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് കരകയറാനും, അത് രോഗങ്ങളാകാം, സാമ്പത്തിക വിഷമങ്ങളാകാം, വലിയ കടങ്ങളാകാം, പലതും ആകാം. നമ്മൾ കുടുങ്ങിയിരിക്കാൻ, പ്രയാസപ്പെട്ടിരിക്കാൻ, ഇനി അതിൽ നിന്ന് രക്ഷ വേണം, സലാമത്ത് വേണം. എന്താ മാർഗം? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു അത്ഭുതമായ ഒരു ദുആ പറയുന്നുണ്ട്. ആ ദുആ തീർച്ചയായും ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ മഹാനായ സയ്യിദിന യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയിട്ടുള്ള ദുആയാണ്. അതുകൊണ്ടാണ് മുഹറമിൽ നമ്മൾ ഏറ്റെടുത്ത് ചൊല്ലുന്നത്. ഒരു ദിവസം ചുരുങ്ങിയത് 40 വട്ടം. ഏതാ ദുആ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ നമ്മൾ പാരായണം ചെയ്യും 40 വട്ടം ഒരു ദിവസം. അങ്ങനെ ഈ 10 കഴിയുന്നവരെ സജീവമായിട്ട് വേണം. കഴിയുമെങ്കിൽ അൽഹംദുലില്ലാ നമ്മുടെ ലൈഫിൽ തുടരണം. ഒരുപാട് ഖൈറും ബറക്കത്തും ഉണ്ടാകുന്നതാണ്. ഭയങ്കരമായ നിഅമത്ത് അവർക്ക് അല്ലാഹു ഇറക്കി കൊടുക്കും. അവർ കുടുങ്ങിപ്പോയ എന്തിൽ നിന്നും അല്ലാഹു വരെ റിലീസാക്കും, കരകയറ്റും. അത് ഉറപ്പാണ്. കാരണം ഖുർആനിൻ്റെ വല്ലാത്ത അത്ഭുതം നിറഞ്ഞ ഒരു ദിക്റാണ് ഈ ദിക്ർ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഡെയിലി ഓരോ ദിവസവും പിറ കണ്ടാൽ ആദ്യത്തെ രാവിലെ നമുക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ പകലിൽ ചെയ്യാവുന്നതാണ്. അത് മുടങ്ങാതെ കൊണ്ടുപോകണം. പ്രത്യേകിച്ച് 10 കഴിയുന്നത് വരെ
അൽഹംദുലില്ലാ, അത് പ്രത്യേകം പരിഗണിക്കണം. ഇനി ആറാമത്തെ ഒരു കാര്യം പരിശുദ്ധമായ നോമ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് പ്രത്യേകം മുഅക്കദായ സുന്നത്താണ്, ശക്തിയായ സുന്നത്താണെന്ന് ഇബ്നു ഹജർ തങ്ങളൊക്കെ കൃത്യമായി ഫത്വ പറഞ്ഞിട്ടുണ്ട്, ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 മുതൽ 10 വരെ നോമ്പ് പ്രഗത്ഭമായ സുന്നത്താണ്. 9-നും 10-നും ഒന്നുകൂടെ മാറ്റുകൂടും, 10-ന് ഒന്നുകൂടെ മാറ്റുകൂടും. കഴിയുമെങ്കിൽ ആ നോമ്പ് കിടക്കുക. പ്രത്യേകിച്ച് തിങ്കൾ പിന്നെ വ്യാഴം ദിവസങ്ങളിലൊക്കെ ഈ ദിവസങ്ങൾ കയറി വരുമ്പോൾ ആ നീയത്തൂടെ കരുതുക. അപ്പോൾ എന്താ നീയത്ത്? പരിശുദ്ധമായ മുഹറമിൻ്റെ 1-ാമത്തെ ദിവസത്തെ സുന്നത്തോമ്പ് ഞാൻ എടുക്കാൻ കരുതിയിരിക്കുന്നു പടച്ചോനെ, 2-ാമത്തെ ദിവസത്തെ സുന്നത്തോമ്പ് എടുക്കാൻ ഞാൻ കരുതിയിരിക്കുന്നു പടച്ചോനെ, അള്ളാഹുവെ മുഹറം മാസത്തിൻ്റെ 3-ാം ദിവസത്തെ സുന്നത്തോമ്പ് എടുക്കാൻ ഞാൻ കരുതിയിരിക്കുന്നു പടച്ചോനെ, നീയത്ത് കൊടുക്കുക. ഫർള് ഖളാ വീട്ടാനുള്ളവരുണ്ടെങ്കിൽ ആ ഖളാ വീട്ടാനുള്ള ഫർള് നീയത്ത് ചെയ്യുക. അതോടൊപ്പം മുഹറമിൻ്റെ 1-ാമത്തെ ദിവസം അല്ലെങ്കിൽ 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം അല്ലെങ്കിൽ തിങ്കളാഴ്ച കൂടെ എല്ലാം കൂടെ ചേർക്കാവുന്നതാണ്. ആ നീയത്തിൽ പരിശുദ്ധമായ നോമ്പ് മുഹറം 1 മുതൽ 10 വരെ നോമ്പെടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഔറസൽ ഫിർദൗസ്, അള്ളാഹു ജന്നത്തുൽ ഫിർദൗസിന്റെ ഏറ്റവും ഉന്നതമായ, സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ റേഞ്ചാണ് ഫിർദൗസുൽ ആല. ഫിർദൗസ് അതിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് അള്ളാഹു കൊണ്ടുപോയി ഇരുത്തും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ടവരെ പറയുന്നുണ്ട്. അപ്പോൾ ഈ 10 ദിവസം നോമ്പെടുക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അള്ളാഹു ആഫിയത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻഷാ അല്ലാഹ് എടുക്കണം, അതൊരു തീരുമാനമെടുക്കണം. ഇനി 1-2 ദിവസമാണ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മുഹറമിൻ്റെ ആദ്യ ദിവസം, 2-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസം, 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പതിവുണ്ട്. ചില മാസങ്ങളിൽ ആദ്യത്തെ 3 ദിവസം നോമ്പ് എടുക്കുന്ന പതിവുണ്ട്, ഹദീസിൽ കാണാം. അപ്പോൾ 3 നോമ്പ് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ 10-ൽ തിങ്കൾ വ്യാഴം നമുക്ക് പറ്റുന്നിടത്തോളം 10 വരെ കഴിയുമെങ്കിൽ അൽഹംദുലില്ലാ, നൂറുൻ അലാ നൂർ, അത് വല്ലാത്ത സന്തോഷമാണ്. അതൊക്കെ പരിഗണിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിഗണിക്കണം. മുഹറം മാസത്തിൻ്റെ ഒരു ദിവസത്തെ നോമ്പിൻ്റെ പ്രതിഫലം 30 നോമ്പിൻ്റെ കൂലിയാണ്. 30 നോമ്പിൻ്റെ കൂലി, ഒരു നോമ്പിൻ്റെ കൂലിയല്ല, 30 നോമ്പിൻ്റെ. മുഹറം മാസത്തിൽ ഏത് ദിവസം സുന്നത്ത് നോമ്പ് എടുത്താലും 30 നോമ്പിൻ്റെ കൂലിയാണ്. അപ്പോൾ ഈ കൂലികളെല്ലാം നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും. ഇനി 7-ാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം, നമ്മൾ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ഇന്ന് മഗ്‌രിബോടെ പിറ കണ്ടു. അപ്പോൾ നാളത്തെ പകൽ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 1-ാമത്തെ ദിവസമാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ്, സൂര്യോദയം കഴിഞ്ഞ്, ഉദയം കഴിഞ്ഞ് ളുഹറിനിടയിലുള്ള ഒരു നേരത്ത്, സമയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈം അവിടെയാണ് വരുന്നത്. പരിശുദ്ധമായ സുബഹി നിസ്കാരം കഴിഞ്ഞ് ളുഹറിനിടയിലുള്ള സമയത്ത് നമ്മളൊരു വൈറ്റ് ബ്ലാങ്ക് പേപ്പർ എടുക്കുക, വെള്ളക്കടലാസ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് പരിശുദ്ധമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 113 വട്ടം ഒരു വെള്ളക്കടലാസിൽ താഴേക്ക് നമ്മൾ റാഹത്തായിട്ട് അൽഹംദുലില്ലാ എഴുതി വെച്ചാൽ, ആരാണോ എഴുതി വെക്കുന്നത് അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ആഫാത്ത് മുസീബത്തുകളെ തൊട്ട് കാവൽ തരികയും ഒരു കൊല്ലത്തേക്ക് ആ പരിശുദ്ധമായ വചനത്തിൻ്റെ എല്ലാവിധ ബറക്കത്തും ഐശ്വര്യവും ചൊരിഞ്ഞു നൽകുകയും ചെയ്യും. കാരണം ഈ പരിശുദ്ധമായ ബിസ്മി ഒരാൾ എഴുതിയിട്ട് ശേഷം, ബിസ്മി എഴുതിയതിന് ശേഷം ബിസ്മിയുടെ ഒരു തവസ്സുൽ ദുആയുണ്ട്. ബിസ്മി കൊണ്ട് അള്ളാഹുവിനോട് തവസ്സുലാക്കിക്കൊണ്ടുള്ള ദുആ നമ്മൾ പറയുന്നുണ്ട്. ആ ദുആയും കൂടെ ചെയ്തിട്ട് അള്ളാഹുവിനോട് നമ്മുടെ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അൽഹംദുലില്ലാ ഉടൻ തീരുമാനം വരും. ഈ ഒരു കൊല്ലക്കാലം മുഴുവനും ഞങ്ങൾക്ക് ഐശ്വര്യം നൽകണേ പടച്ചോനെ, സാമ്പത്തികമായ ബറക്കത്ത് നൽകണേ പടച്ചോനെ എന്ന് നമ്മൾ ദുആ ചെയ്താൽ ഈ ഒരു വർഷം മുഴുവനും സാമ്പത്തിക ഐശ്വര്യം പെയ്തിറങ്ങും. നമ്മുടെ കടങ്ങളും പ്രയാസങ്ങളൊക്കെ മാറും, സന്തോഷം ഉണ്ടാകും, ആഫിയത്ത് ആരോഗ്യം ഉണ്ടാകും, രോഗങ്ങളൊക്കെ പടിയിറങ്ങിപ്പോകും. അപ്പോൾ വല്ലാത്ത പോരിശ കിട്ടുന്ന വലിയൊരു അമലാണ് 113 വട്ടം ബിസ്മി നമ്മൾ എഴുതി വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്? എവിടെയാണ് എഴുതി വെക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തേണ്ടത്? എഴുതി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മര്യാദകൾ എന്തൊക്കെയാണ്? പരിശുദ്ധമായ ബിസ്മി എഴുതി വെക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു 11 മര്യാദകൾ, ആദാബുകൾ, അത് പാലിച്ചാൽ മാത്രമേ ഇതിൻ്റെ 100% ഗുണം നമുക്ക് ഫലം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ ബിസ്മി എഴുതാൻ വേണ്ടി തുനിയാൻ. പരമാവധി നമ്മൾ ബിസ്മി എഴുതാൻ വേണ്ടി എടുക്കുന്ന പേപ്പർ ബ്ലാങ്ക് ആയിരിക്കുക. ലൈനിലുള്ള വരയുള്ള കടലാസ് ഒഴിവാക്കിയിട്ട് വരയില്ലാത്ത ഒരു പേപ്പർ എടുത്താൽ ഏറ്റവും നല്ലതാണ്. വരയുണ്ട് എന്ന് കരുതി വിരോധമില്ല, പക്ഷേ വരയും കുറികളൊന്നും ഇല്ലാത്ത ഒരു ബ്ലാങ്ക് പേപ്പർ, വൈറ്റ് പേപ്പർ, അതെടുത്താണ് നമ്മൾ എഴുതേണ്ടത്. കഴിയുമെങ്കിൽ അത് പരിഗണിക്കുക. ഇനി 2-ാമത്തെ ഒരു കാര്യം, കഴിയുന്നിടത്തോളം ബ്ലാക്ക് മഷി ഉപയോഗിക്കുക എഴുതാൻ വേണ്ടിയിട്ട്. ഇനി വേറെ മഷിയായ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കിട്ടുമെങ്കിൽ ആദ്യം പരിഗണിക്കേണ്ടത് ബ്ലാക്ക് മഷിയാണ്. ഇനി 3-ാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധമായി ബിസ്മി എഴുതുമ്പോൾ 1, 2, 3 അങ്ങനെ നമ്പർ ഇട്ട് 113 ആണല്ലോ. അപ്പോൾ തെറ്റുകൂടാതിരിക്കാൻ വേണ്ടി, എണ്ണം പെശകാതിരിക്കാൻ വേണ്ടി അങ്ങനെ നമ്പർ ഇടുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. നമ്പർ ഇടൽ പരമാവധി ഒഴിവാക്കല നല്ലത്.
ബിസ്മി എഴുതുമ്പോൾ അതിനകത്ത് ആ പരിശുദ്ധമായ വചനം മാത്രമേ പാടൂ. വേറെ അക്കങ്ങൾ ഉണ്ടാകാതിരിക്കലാണ് നല്ലത്. കഴിയുമെങ്കിൽ അത് ഒഴിവാക്കുക. നമ്മൾ വേണമെങ്കിൽ നമുക്ക് എണ്ണം തെറ്റാതിരിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു എണ്ണത്തിനനുസരിച്ച് ചെറിയൊരു ഡോട്ട്, നമ്മുടെ പെന്നിൻ്റെ ആ നിബ് കൊണ്ട് ചെറിയൊരു ഡോട്ട് കൊടുത്താൽ മതിയല്ലോ. ആ എണ്ണം കൃത്യമായിട്ട് 113 വട്ടം, എന്നിട്ട് ആ ഡോട്ട് അനുസരിച്ച് എഴുതി പോയാൽ മതി. അക്കമിടൽ മാക്സിമം ഒഴിവാക്കലാണ് നല്ലത്. 8 എന്ന് കരുതി തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷെ മാക്സിമം ഒഴിവാക്കലാണ് നല്ലത്. ഇനി നാലാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിയുമെങ്കിൽ ഒരു പുറത്തിൽ തന്നെ നമ്മൾ എഴുതി തീർക്കാൻ നോക്കാം. വളരെ ചെറുതാക്കി ഷോർട്ടാക്കി എഴുതണം. ഒരു പുറത്തിൽ തന്നെ എഴുതാൻ വേണ്ടി നമ്മൾ നോക്കണം. പിന്നെ മറുവശത്ത് എഴുതിയെന്ന് കരുതി വിരോധമില്ല. കഴിവിൻ്റെ പരമാവധി ഒരു പുറത്ത്. അവിടെ തീർന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ എണ്ണ പൂർത്തീകരണത്തിന് വേണ്ടി മറുഭാഗത്ത് എഴുതാവുന്നതാണ്. അത് കുഴപ്പമൊന്നുമില്ല. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട് പരിഗണിക്കേണ്ട കാര്യം, എഴുതുമ്പോൾ ഉളു ഉണ്ടായിരിക്കൽ പ്രത്യേകം പുണ്യമുള്ളതാണ്. ഉളു ഉണ്ടാകുക. അപ്പോൾ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പിരീഡിൻ്റെ സമയമാകുമ്പോൾ ഉളു എടുക്കാൻ പറ്റില്ല. അവർക്ക് അല്ലാതെ വൃത്തിയായി വന്നിരുന്ന് എഴുതിയാൽ മതി. അല്ലാത്തവർ മുഴുവനും ഉളുവോട് കൂടെ വന്നിരുന്നാണ് എഴുതേണ്ടത്. അതേപോലെ തന്നെ ആറാമത്തെ ഒരു കാര്യം, 2 റക്അത്ത് നിസ്കാരത്തിന് ശേഷമാണ്. 2 റക്അത്ത് സുന്നത്ത്, സാദാ മുത്തലക്കൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു അല്ലാഹു തആലക്ക് വേണ്ടി. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതേ ഉളുവോട് കൂടെ തന്നെയാണ് എഴുതേണ്ടത്. ഇനി ഏഴാമത് പരിഗണിക്കേണ്ട ഒരു കാര്യം, ഖിബലയിലേക്ക് മുന്നിടണം. ഖിബലയിലേക്ക് മുന്നിട്ടുകൊണ്ട് തന്നെയാണ് ഭവ്യതയോടെ, ആദാബോടെ, മര്യാദയോട് കൂടെയാണ് നമ്മൾ ഇത് എഴുതേണ്ടത് എന്ന് ഓർക്കുക. ഇനി എട്ടാമത്തെ ഒരു കാര്യം, ഓരോ തവണ നമ്മൾ ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുമ്പോൾ നമ്മളൊന്ന് ഓതി വരുമല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ എഴുതി കഴിയുമ്പോഴേക്ക് നമ്മൾ 113 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ടുണ്ടാകും, ഓതി പോയിട്ടുണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ 113 വട്ടം മുഹറമിൻ്റെ ആദ്യ ദിവസത്തിൽ ബിസ്മി കൊണ്ട് തുടങ്ങിയ അല്ലെങ്കിൽ തുടക്കം കുറിച്ച ആ ശ്രേഷ്ഠ നമുക്ക് കിട്ടാൻ ആ ഒരു പാരായണം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി 9 നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എഴുതി അടച്ചു വെച്ചതിന് ശേഷം പിന്നെ അത് തുറന്നു നോക്കുക, ഓപ്പൺ ചെയ്ത് നോക്കുക, മടക്ക് നിവൃത്തി തുറന്നു നോക്കാം. അത് ചെയ്യരുത് എന്ന് ഉലമാക്കൾ പറയുന്നുണ്ട്. ഇനി 10ാമത്തെ ഒരു കാര്യം, അത് വെയിൽ കൊള്ളിക്കാത്ത രീതിയിൽ നല്ല ഭദ്രമായിട്ട് സൂക്ഷിക്കണം എന്ന് ഉലമാക്കൾ പറയുന്നുണ്ട്. 11ാമത്തെ ഒരു കാര്യം, അക്ഷരങ്ങൾ എഴുതുമ്പോൾ ഒരക്ഷരം മറ്റൊരക്ഷരത്തിനോട് ചേരാൻ പാടില്ല. ഓരോ അക്ഷരവും വേറിട്ട് നിൽക്കണം. ബിസ്മിയുടെ ബാ വേറിട്ട് നിൽക്കണം, സീന് വേറിട്ട് നിൽക്കണം, അലിഫ് വേറിട്ട് നിൽക്കണം, ലാമ് വേറിട്ട് നിൽക്കണം, ലാമ് വേറിട്ട് നിൽക്കണം, ഹ വേറിട്ട് നിൽക്കണം. അങ്ങനെ ഓരോ ഹർഫുകളും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ പരിശുദ്ധമായ ആ വചനത്തിൽ 19 ഹർഫുകളാണ് ഉള്ളത്. എണ്ണം കൂടിപ്പോകാനൊന്നും പാടില്ല. അപ്പോൾ കൃത്യമായിട്ട് നോക്കുക, അതിൻ്റെ എഴുത്ത് നോക്കുക. ഈ ഒരു ശൈലിയിൽ കൃത്യമായിട്ട് ഒന്നിനോട് മുട്ടാതെ, കാരണം നമുക്ക് ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നുണ്ട് വിരോധമില്ല, അശുദ്ധില്ല, സഹോദരിമാർ ചുമക്കുന്നുണ്ട് വിരോധമില്ല. അതുകൊണ്ടാണ് ആ എഴുത്തിൻ്റെ ശൈലി അങ്ങനെയാണ് മഹാന്മാർ പറയുന്നത്. അപ്പോൾ വേർതിരിക്കുക. പിന്നെ ആ എഴുതുമ്പോൾ, ഇപ്പോൾ ബിസ്മിയുടെ മീം എഴുതുമ്പോൾ മീമിൻ്റെ ആ ചുറ്റിക്കെട്ടുണ്ടല്ലോ, അത് അതിൻ്റെ പരസ്പരം ആ ചുറ്റിക്കെട്ട് മുട്ടാത്ത രീതിയിൽ ചെറിയൊരു അകൽച്ചയോടുകൂടെ മുട്ടാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. ബിസ്മിയുടെ ബ എഴുതുമ്പോൾ ബാഇൻ്റെ അടിയിൽ പുള്ളിയിടാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ ബിസ്മില്ലാഹി അവിടെ ശബ്ദ് വരേണ്ട സമയത്ത് ശബ്ദ് ചെയ്യാൻ പാടില്ല. പിന്നെ ബിസ്മില്ലാഹിയുടെ ബാഇന് കിസ്റിട, ഓരോന്നിന് ഹർക്കത്ത് ഫത്തഹും കിസ്റിട, അതെല്ലാം ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എഴുതുമ്പോൾ ഈ കാണുന്ന ഈ ഒരു ശൈലിയിലാണ് നമ്മൾ അതിൻ്റെ എഴുത്ത്, അക്ഷരങ്ങൾ, ഹറൂഫുകൾ പരിഗണിച്ച് എഴുതേണ്ടത്. റഹ്മാനിയുടെ മീമ് കഴിഞ്ഞതിന് ശേഷവും മീമ് നീട്ടാനുള്ള അലിഫ് വേണ്ട. 19 ഹർഫുകൾ ഈ കാണുന്നത് പോലെ ഇത്രയുമാണ് കൃത്യമായി വരേണ്ടത്. അത് എഴുത്തിൻ്റെ പ്രധാനപ്പെട്ട ശുറൂത്താണ്, മര്യാദയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും പോലിശയുള്ള ഈ പരിശുദ്ധമായ വചനം അതങ്ങനെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യഥാർത്ഥത്തിൽ നമ്മൾ അത് ചെറുതാക്കി എഴുതിയിട്ട് അത് കൃത്യമായി മടക്കി സൂക്ഷിച്ചിട്ട് നമ്മൾ ശരീരത്തിൽ ചുമക്കണമെന്നാണ്. ഇപ്പോൾ ഐക്കലൊക്കെ വാങ്ങിയിട്ട് അതിനകത്ത് ചുമക്കുക, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിനകത്ത് ചുമക്കുക, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കവറിൻ്റെ ബാക്കിൽ പ്രത്യേകമായി ബഹുമാനത്തോടെ മര്യാദയോടുകൂടെ നമ്മൾ ചുമക്കുക, അത് ഉപയോഗിക്കുക. ഇനി അതിൻ്റെ അടുത്തൊരു ഓപ്ഷനാണ് നമുക്ക് ആ പരിശുദ്ധമായ വചനം എഴുതിയിട്ട് വീട്ടിൽ എവിടെയെങ്കിലും സൂക്ഷിക്കുക. കൊണ്ട് നടക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. ഇനി വീട്ടിൽ എഴുതി സൂക്ഷിക്കുക. അപ്പോൾ ഈ പോരിശ മുഴുവനും കിട്ടും. ഇനി ഒരുപാട് സഹോദരിമാർ, ഉപ്പമാർ ചോദിച്ചു, ഉസ്താദേ ഞങ്ങൾക്ക് പ്രായമായി, നിങ്ങൾക്ക് കണ്ണുപിടിക്കില്ല, എഴുതാൻ കൈവറച്ചിട്ട് പാടില്ല, എഴുതാൻ കഴിയില്ല, ഞങ്ങൾക്കാണെങ്കിൽ പോരിശ വേണം, നിങ്ങൾ എന്താ ചെയ്യുക? ഒരു വിഷമവുമില്ല. നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്താണെന്നറിയോ? പരിശുദ്ധമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഹറം മാസത്തിൻ്റെ ആദ്യ ദിവസം, ആദ്യത്തെ പ്രഭാതത്തിൽ അൽഹംദുലില്ലാ 113 വട്ടം ഈ ഒരു എണ്ണം ഉണ്ടല്ലോ, ആ എണ്ണം നമ്മൾ തസ്ബീഹ് മാലയോ കൗണ്ടറോ എടുത്തിട്ട് എണ്ണം തെറ്റാതെ അങ്ങോട്ട് പാരായണം ചെയ്യുക. 113 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് ശേഷം നമ്മൾ പറയാൻ പോകുന്ന തവസ്സുലിൻ്റെ ദുആ ഉണ്ടല്ലോ, ആ ദുആ കൂടെ നമുക്ക് കഴിയുമെങ്കിൽ ഒന്ന് ഏറ്റുപറയാം, അല്ലെങ്കിൽ നമ്മളൊന്ന് നോക്കിയിട്ട് ചൊല്ലുക. എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് മുന്നിലേക്ക് വെക്കാം.
അപ്പോൾ ഈ കൊല്ലം മുഴുവനും ഇത് എഴുതിയ ആൾക്ക് കിട്ടുന്ന അതേ ഫളില് അല്ലാഹു സുബ്ഹാനഹു വ തആല തരാൻ കഴിവുള്ളവനാണ്. പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും കിട്ടും, ഒരു വിഷമം വിചാരിക്കേണ്ട, അവർക്ക് അത് ഓതാവുന്നതാണ്. ഇനി അത് എഴുതാൻ കഴിവുള്ളവർക്ക് മാക്സിമം എഴുതാവുന്നതാണ്. ഇനി കുടുംബത്തിലെ ഒരാൾ എഴുതിയാൽ തീർച്ചയായും എഴുതിയ ആൾക്ക് വല്ലാത്ത പോരിശയും കൂലിയും കിട്ടും. എങ്കിൽ പോലും ആ കുടുംബത്തിന് മുഴുവനും കാവലുണ്ടാകും എന്നെല്ലാം പ്രിയപ്പെട്ടവരെ ഉസ്താദുമാർ സാധാരണ പറയാറുണ്ട്. എന്ന് കരുതി കുടുംബത്തിൽ ഒരാൾ എഴുതട്ടെ, ഞങ്ങൾ മാറി നിൽക്കുക, അങ്ങനെയല്ല. കഴിയുമെങ്കിൽ ഉപയോഗപ്പെടുത്താം. കഴിയാത്തവർക്ക് അൽഹംദുലില്ലാ കുടുംബത്തിലെ ഒരാൾ ആത്മാർത്ഥമായി ചെയ്തിട്ട് ആ അമൽ ചെയ്തിട്ട് ശേഷമുള്ള തവസ്സുൽ ദുആ ചെയ്തിട്ട് വീട്ടിലുള്ള എല്ലാവർക്കും പഠിച്ചവനെ ഇതിൻ്റെ ബർക്കത്ത് കിട്ടണം, പലരും ഉണ്ട് എല്ലാവർക്കും എഴുതാൻ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ പോരിശ മുഴുവൻ കിട്ടണം റബ്ബേ എന്നുള്ള ദുആയിൽ അവരെ എല്ലാവരെയും ചേർക്കാവുന്നതാണ്. ഇനി ഒരുപാട് സഹോദരിമാർ ചോദിച്ചു, ഉസ്താദേ ഞങ്ങൾ അശുദ്ധിയുടെ പീരീഡിലാണുള്ളത്, ഞങ്ങൾക്ക് ഈ പരിശുദ്ധമായ വചനം എഴുതാൻ പറ്റുമോ? സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർ അശുദ്ധിയുടെ സമയമാണെങ്കിൽ തീർച്ചയായും ഒരു പരിശുദ്ധമായ ദിക്ർ എന്നുള്ള നെയ്യത്ത് വെച്ചിട്ട് അവർക്ക് അൽഹംദുലില്ലാ ഈ ഒരു വർഷം മുഴുവനും കാവലുണ്ടാകുന്ന, ആഫത്ത് മുസീബത്തുകളെ തൊട്ട് രക്ഷയുണ്ടാകുന്ന, സലാമത്തുണ്ടാകുന്ന, ഖൈറും ബറക്കത്തും കിട്ടുന്ന, സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകുന്ന ഒരു വചനം, പോരിശുള്ള വചനാണ് എന്നുള്ള നെയ്യത്തിൽ അവർക്ക് 113 ബിസ്മി എഴുതാവുന്നതാണ്. ഒരു കുഴപ്പമില്ല, ഓർമ്മപ്പെടുത്താണ്. ഇനി ഒരുപാട് പേര് ചോദിച്ചു, ഉസ്താദേ കഴിഞ്ഞ കൊല്ലം എഴുതിയത് ഞങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ കവറിൻ്റെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇക്കൊല്ലം എഴുതണോ? കഴിഞ്ഞ കൊല്ലം എഴുതിയത് ഞങ്ങൾ മനോഹരമായി സൂക്ഷിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ അലമാരയിലുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രത്യേകമായ സൂക്ഷ്മതയിലുണ്ട്, ഇനി എഴുതണമെന്ന് ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വർഷം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ മുഹറം മാസത്തിൻ്റെ ആദ്യ പകലിൽ, ആദ്യ പ്രഭാതത്തിൽ ഇത് എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൊല്ലത്തേക്ക് കാവൽ മുഴുവനും കിട്ടും. ഇനി കഴിയുമെങ്കിൽ ഓരോ വർഷവും ഈ ഒരു നന്മ ആവർത്തി ചെയ്യണം. കഴിഞ്ഞ കൊല്ലത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഭദ്രമാണെങ്കിൽ അത് പിന്നെ നമ്മൾ ബഹുമാനത്തോടുകൂടെ തന്നെ നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് പുതിയ ഒരു പേപ്പറിൽ പുതുതായി എഴുതി വെക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേക ഖൈറുകൾ ബറക്കത്തുകൾ ഉണ്ടാവാൻ കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പുതിയതായിട്ട് ഓരോ വർഷവും എഴുതാൻ ഇതിൻ്റെ പുണ്യം കിട്ടുന്നതാണ്. പഴയ എഴുതി വെച്ചത് നമ്മൾ ഭദ്രമായിട്ട് വീട്ടിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക, എന്നിട്ട് പുതിയത് ഉപയോഗപ്പെടുത്തുക എന്നുകൂടെ മനസ്സിലാക്കുക. ഇനി ഈ പരിശുദ്ധമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം 113 വട്ടം എഴുതലോടുകൂടെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വചനം കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ടൊരു ദുആയുണ്ട്. ആ ദുആ ആത്മാർത്ഥമായി നമ്മൾ ചെയ്താൽ തീർച്ചയായും അതിനുശേഷം നമ്മൾ എന്ത് കാര്യം പടച്ചവനോട് പറയുന്നത് അത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുക തന്നെ ചെയ്യും. അപ്പോൾ ബിസ്മി എഴുതുമ്പോൾ ഈ 11 ആദാബുകൾ പാലിച്ച് ശേഷമുള്ള ഈ തവസ്സുലിൻ്റെ ദുആ കൂടെ ചേർത്തിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ ഈ ഒരു കൊല്ലം മുഴുവനും സാമ്പത്തിക ഐശ്വര്യം മാത്രമല്ല, കുടുംബത്തിൽ എല്ലാവിധ ബറക്കത്തും ഐശ്വര്യവും നമുക്ക് തുറന്നു കിട്ടാൻ ഇതൊരു കാരണമാകും. വലിയ മാനസിക വിഷമം, പ്രയാസം ഉണ്ടാകുന്നൊരു വിഷയമാണ് കടങ്ങൾ. അത് അല്ലാഹു വീട്ടിത്തരണം അല്ലേ, അള്ളാൻ്റെ സഹായം വേണം, അതൊക്കെ കിട്ടാൻ കാരണമാകും. ഈ ഒരു തുടക്കം നന്നാക്കിയാൽ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം പരിഗണിക്കുക. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ളുഹറിന് മുമ്പായിട്ട് എഴുതലാണ് ഏറ്റവും അഭികാമ്യമായ സമയം, ഏറ്റവും പരിഗണിക്കേണ്ടത്. എന്ന് കഴിഞ്ഞ് ളുഹർ കഴിഞ്ഞിട്ടാണ് സമയം കിട്ടിയത്, ഇനി ഞാൻ എഴുതുന്നില്ല, അങ്ങനെ പറയേണ്ടതില്ല. മഗ്‌രിബ് വരെ സമയമുണ്ട്. പരിശുദ്ധമായ മുഹറമിൻ്റെ ആദ്യ ദിവസത്തെ രാവിലെ എഴുതുന്നതിനേക്കാൾ നല്ലത് എവിടെ എഴുതലാണ്? പകലിൽ എഴുതലാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ പോരിശയുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുന്നവർക്ക് എല്ലാ ഗുണങ്ങളും കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനുശേഷം ചെയ്യുന്ന ദുആ ഇജാബത്ത് കിട്ടാൻ വേണ്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുകൊണ്ടുള്ള തവസ്സുൽ കൊണ്ടുള്ള ദുആ നമുക്കൊന്ന് പരിചയപ്പെടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. اللهم إني أسألك بحق بسم الله الرحمن الرحيم وبحرمة بسم الله الرحمن الرحيم وبفضل بسم الله الرحمن الرحيم وبعظمة بسم الله الرحمن الرحيم وبجلال بسم الله الرحمن الرحيم وبجمال بسم الله الرحمن الرحيم وبكمال بسم الله الرحمن الرحيم وبهيبة بسم الله الرحمن الرحيم وبمنزلة بسم الله الرحمن الرحيم وبملكوت بسم الله الرحمن الرحيم وبجبروت بسم الله الرحمن الرحيم وبكبرياء بسم الله الرحمن الرحيم وبثناء بسم الله الرحمن الرحيم وببهاء بسم الله الرحمن الرحيم وبكرامة بسم الله الرحمن الرحيم وبسلطان بسم الله الرحمن الرحيم وببركة بسم الله الرحمن الرحيم
وبعزة بسم الله الرحمن الرحيم وبقوة بسم الله الرحمن الرحيم وبقدرة بسم الله الرحمن الرحيم. ഈ പരിശുദ്ധമായ ദുആയാണ് ബിസ്മി കൊണ്ടുള്ള തവസ്സുലാക്കിയ ദുആ. ഇത് നമ്മൾ എഴുതുന്ന അന്ന് മുഹറം 1 അന്ന് മാത്രമല്ല, നമുക്ക് എപ്പോഴും ഒരു കാര്യം അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയെടുക്കാൻ താല്പര്യമുണ്ട്, മുറാദ് ഹാസിലാകണമെങ്കിൽ നമ്മൾ ഈ ബിസ്മി കൊണ്ട് തവസ്സുലാക്കിയ ദുആ ചെയ്തിട്ട് അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിച്ചാൽ എളുപ്പത്തിൽ കിട്ടും. മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മളിത് പറയുന്ന അള്ളാഹുവിൻ്റെ മഹത്വങ്ങളാണ്. അള്ളാഹുവേ, നിന്നോട് ഞാൻ അല്ലാഹുമ്മ അസ്അലുക ബിഹഖ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വചനത്തിൻ്റെ ഹക്ക് കൊണ്ട്, അതിൻ്റെ ബഹുമാനം കൊണ്ട്, ഹക്ക് കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. അതേപോലെ തന്നെ ബിഹുർമത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ ബഹുമാനം കൊണ്ട് ചോദിക്കുകയാണ്. ബിഫദ്ലി ബിസ്മില്ലാഹി എന്ന പരിശുദ്ധ വചനത്തിൻ്റെ ഏറ്റവും മഹത്വം കൊണ്ട് ചോദിക്കുകയാണ്. ബിഅലമത്തി ബിസ്മില്ലാഹിയുടെ വലിപ്പം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ബിസ്മില്ലാഹിയുടെ ബിജമാലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിജലാലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ വചനത്തിൻ്റെ ജലാല്, അതിൻ്റെ വളർമ്മ, ഇതെല്ലാം ഒരേ മീനിങ്ങിൽ വരുന്ന, പര്യായമായി വരുന്നതാണ് ജമാല്, അതിൻ്റെ ബിസ്മിയുടെ ഭംഗി, കമാല് ബിസ്മിയുടെ പൂർണ്ണത, അതേപോലെ തന്നെ ഹൈബത്ത് ബിസ്മിയുടെ അതിൻ്റെ ഗൗരവം, അതേപോലെ തന്നെ മൻസിലത്ത് അതിൻ്റെ സ്ഥാനം, ബിസ്മിയുടെ സ്ഥാനം, മലക്കൂത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനം, ജബറൂത്ത് അതൊക്കെ ഏറ്റവും മഹത്വങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. കിബ്രിയ ബിസ്മിയുടെ ഏറ്റവും വലിയ ഉന്നതി, അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ബഹാ, കറാമത്ത്, അതേപോലെ തന്നെ സുൽത്താൻ, ബറക്കത്ത്, അതേപോലെ തന്നെ ഖുവ്വത്ത്, ഖുദറത്ത്, ബിസ്മിയുടെ ഏറ്റവും വലിയ കഴിവും അതിൻ്റെ മഹത്വവും അതിൻ്റെ സ്ഥാനമാനങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ ബിസ്മിയുടെ ഇത്രയും വലിയ മഹത്വമുള്ള ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവെ പടച്ചവനെ. പിന്നെ നമുക്ക് ചോദിക്കാനുള്ളത് മലയാളത്തിലോ ഏതു ഭാഷയിലും ചോദിക്കാം. ഈ പരിശുദ്ധമായ ദുആ ഖൽബിൽ തട്ടിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ എന്താണ് നമ്മൾ ദ്വാരക്കുന്നത് അത് മുഴുവൻ കിട്ടും. നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന മുഴുവൻ അള്ളാഹു നമുക്ക് സലാമത്താക്കി നൽകും. കാരണം ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ വചനമാണ് പരിശുദ്ധമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആത്മാർത്ഥമായി ഒരു വട്ടം പറഞ്ഞാൽ പിന്നെ നരകത്തിലെ ജവാനിയാക്കളായ 19 മലക്കുകൾ, കാരണം 19 ഹർഫുകളാണ് ഇതിലുള്ളത്, 19 മലക്കുകളുടെ ഒരു ശിക്ഷയും അയാൾക്ക് ഏൽക്കേണ്ടി വരില്ല. ബിസ്മി ആത്മാർത്ഥമായി ഒരാൾ ഓതിയിട്ട് ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ എൻ്റെ ആവശ്യം നിറവേറണമെന്ന് ദുആ ചെയ്താൽ തീർച്ചയായും ഇജാബത്ത് ഉറപ്പാണ്. ആ പരിശുദ്ധ വചനം അത്ര വലിയ പോരിശയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തെ ബഹുമാനിച്ചത് കൊണ്ട് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്ത, പാപമോചനം കൊടുത്ത ഒട്ടേറെ സംഭവങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ പരിശുദ്ധ വചനമാണ്, ഏറ്റവും ബഹുമാനമാണ്, ആദരവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൻ്റെ എഴുത്ത് കൃത്യമാകാനും അതിനുശേഷമുള്ള ദുആ കൃത്യമായി ചെയ്യാനും ഉപയോഗപ്പെടുത്താനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും മുടങ്ങാതെ ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ, വിജയം നൽകട്ടെ, സലാമത്തിലാക്കട്ടെ. അല്ലാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ, അമലുകൾ മുടങ്ങിപ്പോകുന്ന രോഗങ്ങളൊന്നും തരാതെ അള്ളാഹിൻ്റെ പൊരുത്തം നമുക്ക് നൽകട്ടെ. അള്ളാഹു ഈ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ അവസാനം, ഈ നമ്മുടെ ഒരു വയസ്സിൻ്റെ അവസാനത്തെ മാസം, അവസാനത്തെ സന്ദർഭം, നമ്മുടെ ആയുസിൻ്റെ അവസാനത്തെ ദുൽഹിജ്ജയാക്കാതെ ഒരുപാട് ദുൽഹിജ്ജ അള്ളാഹു നമുക്ക് തരട്ടെ. നമ്മുടെ കയറി വരുന്ന പുതുവത്സരം, നമ്മുടെ വിശ്വാസികളുടെ ന്യൂ ഇയർ, അതാണ് പരിശുദ്ധമായ മുഹറം. ഈ ഉമ്മത്ത് ന്യൂ ഇയർ, പരിശുദ്ധമായ പുതിയ മാസം മുഹറം മാസത്തെ സ്വീകരിക്കുന്നത് വലിയ തൗബയിലും ദുആയിലും എല്ലാമാണ്. ഒരു തിന്മയിലേക്കല്ല പോകുന്നത്, മാക്സിമം നന്മയിലേക്കാണ്. അതാണ് ഈ ഉമ്മത്തിൻ്റെ വെറൈറ്റി. ആ വെറൈറ്റി നമ്മളിലൂടെ ഹയാത്താകണം, ജീവിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله
بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله ألا يا داخل الجنة تبشرنا